ബാങ്കായ്. ഈ വീഡിയോ കാണുന്ന പല കൂട്ടുകാരും ബ്ലീച്ച് എന്ന ആനിമി സീരീസ് കാണണമെന്നില്ല. എന്നിരുന്നാലും ബാങ്കായ് എന്ന വാക്ക് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. നമ്മുടെ നറൂട്ടോ സീരീസിൽ ഓരോ ജുറ്റ്സു ഇല്ലേ, അതുപോലെ തന്നെ ഡീമൺ സ്ലെയറിൽ ഓരോ ബ്രീത്തിങ് സ്റ്റൈലും, അതുപോലെ തന്നെ ഈ ഒരു ബ്ലീച്ച് സീരീസിലെ സോൾ സൊസൈറ്റിയിലുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ ഒരു ബാങ്കായ്. ബ്ലീച്ച് എന്ന ആനിമി കണ്ടവരായിക്കോട്ടെ കാണാത്തവരായിക്കോട്ടെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാങ്കായിയുടെ പവേഴ്സ്, എബിലിറ്റീസ്, മറ്റു സംഭവങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ബാങ്കായ് എന്നത് ഷിനിഗാമീസിന്റെ ഒരു പവർഫുൾ അറ്റാക്ക് ആണ്. ഈ ഒരു ഷിനിഗാമിസ് അല്ലെങ്കിൽ സോൾ റീപ്പേഴ്സ് ഉപയോഗിക്കുന്ന ഒരു സ്വാഡ് ഉണ്ട്. ആ ഒരു സ്വാഡിന്റെ പേരാണ് സമ്പത്തു. ഓക്കെ, ഈ ഒരു കാര്യം മറന്നു പോകരുത്, കാരണം ഞാൻ ഇനി അങ്ങോട്ട് സ്വാഡ് എന്നതിന് പകരം സമ്പത്തു എന്നാണ് പറയുക. ഈ ഒരു സമ്പത്തുവിന്റെ ഒരു ഫൈനൽ ഫോം അല്ലെങ്കിൽ ഒരു ഫൈനൽ അപ്ഗ്രേഡ് ആണ് ഈ ഒരു ബാങ്കായ്. ഈ ഒരു ബാങ്കായ് അച്ചീവ് ചെയ്യുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. മിനിമം 10 വർഷം ട്രെയിനിങ് ചെയ്താൽ മാത്രമേ ഒരു ഷിനിഗാമിക്ക് ബാങ്കായ് യൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഷിനിഗാമിസ് അല്ലെങ്കിൽ സോൾ റീപ്പേഴ്സിന് ഈ ഒരു ബാങ്കായ് യൂസ് ചെയ്യണമെങ്കിൽ സമ്പത്തു അല്ലെങ്കിൽ ആ ഒരു സ്വാഡ് ആവശ്യമാണ്. സീരീസിൽ ഈ ഒരു സമ്പത്തു ക്രിയേറ്റ് ചെയ്യുന്നത് ഒരേ ഒരാൾ മാത്രമാണ്. അവരുടെ പേരാണ് നിമയ. ഇനി ഇവർ എന്ത് ചെയ്യുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു ഷിനിഗാമീസിന്റെ സോൾസ് യൂസ് ചെയ്ത് അത് വെച്ചാണ് ഈ ഒരു സമ്പത്തു അല്ലെങ്കിൽ ആ ഒരു സ്വാഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ കോമൺ ആയിട്ടുള്ള പേരാണ് അസുച്ചി. അതായത് ഒരു ഷിനിഗാമീസിനെ എടുത്ത് അതിന്റെ ആ ഒരു സ്പിരിച്വൽ പ്രഷർ വെച്ചാണ് ആ ഒരു സമ്പത്തു അല്ലെങ്കിൽ ആ ഒരു സ്വാഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീരീസിലുള്ള എല്ലാ സമ്പത്തുകൾ നോക്കിക്കഴിഞ്ഞാലും അതിനുള്ളിൽ ഒരു സ്പിരിറ്റ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സ്വാഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ ഒരു സ്വാഡിലുള്ള അല്ലെങ്കിൽ ഈ ഒരു സമ്പത്തിലുള്ള പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു സമ്പത്തുവിന് 2 പവേഴ്സ് ആണ് ഉള്ളത്. അതിലൊന്ന് ഷീക്കായ്, മറ്റൊന്ന് ബാങ്കായ്. ഈ ഒരു ബ്ലീച്ച് സീരീസിൽ ഇച്ചിബെ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ട്. ഇവരുടെ സോൾ സൊസൈറ്റിയിൽ തന്നെ ഒരു ലീഡർ ആയിട്ടുള്ള ഒരാളാണ്. ഇവരാണ് ആദ്യമായിട്ട് ആ ഒരു സമ്പത്തുവിൽ നിന്ന് യൂസ് ചെയ്യുന്ന ആ ഒരു പവേഴ്സിനെ ഷീക്കായ് ആൻഡ് ബാങ്കായ് ആ ഒരു 2 പേര് വെച്ചത്. അതുപോലെ തന്നെ ആദ്യമായി ബാങ്കായ് യൂസ് ചെയ്യുന്നതും ഈ ഒരു വ്യക്തിയാണ്. ആ ഒരു സ്വാഡ് അല്ലെങ്കിൽ സമ്പത്തുവിന്റെ ആദ്യത്തെ പവർ ആണ് ഷീക്കായ്. അതിന്റെ ഒരു ഫൈനൽ അപ്ഗ്രേഡ് ആണ് നമ്മുടെ ബാങ്കായ്. ഓക്കെ, ഇനി നമുക്ക് ഷീക്കായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സ്വാഡിന്റെ അല്ലെങ്കിൽ സമ്പത്തുവിന്റെ ഫസ്റ്റ് റിലീസ് ആണ് ഷീക്കായ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഈ ഒരു സമ്പത്തിന്റെ ഉള്ളിൽ ഒരു സ്പിരിറ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഈ ഒരു യൂസറിന് ഷീക്കായ് യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു സമ്പത്തിനകത്തുള്ള സ്പിരിറ്റിന്റെ പേര് അറിയണം. എന്നാൽ ആ ഒരു പേര് കണ്ടുപിടിക്കാനും അത്ര എളുപ്പമല്ല. ഇതിനുവേണ്ടി ആദ്യം മെഡിറ്റേറ്റ് ചെയ്ത് ആ ഒരു സമ്പത്തുവിന്റെ ഡൈമെൻഷനിലേക്ക് പോകണം. അതായത് ഓരോ സമ്പത്തുവിനും ഓരോ യൂണീക്ക് ആയിട്ടുള്ള ഡൈമെൻഷൻ ഉണ്ട്. അങ്ങനെ അതിനകത്ത് പോയി ആ ഒരു സ്പിരിറ്റുമായി സംസാരിച്ച് അതിനെ സറണ്ടർ ചെയ്താൽ മാത്രമേ ആ ഒരു സ്പിരിറ്റിന്റെ പേര് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. സത്യം പറഞ്ഞാൽ ആ ഒരു ഡൈമെൻഷന്റെ അകത്ത് പോയി അവിടെ ആ സ്പിരിറ്റുമായി ഫൈറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു സംഭവം നടക്കുകയുള്ളൂ. അത് കൂടാതെ വെറുതെ ആ ഒരു സ്പിരിറ്റിനെ പിടിച്ചു വെച്ചാൽ മാത്രം നടക്കില്ല. ആ ഒരു സ്പിരിറ്റിനെ നമ്മൾ വെറുതെയാണോ എന്ന് മനസ്സിലാകണം. അതും ഓക്കെ ആയാൽ മാത്രമേ ഈ ഒരു സംഭവം നടക്കുകയുള്ളൂ. ഈ ഷീക്കായ് ആൻഡ് ബാങ്കായ് ഈ 2 പവർ യൂസ് ചെയ്യുന്നത് സോൾ റീപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അതിൽ തന്നെ പലരും ഈ ഒരു വാക്ക് തെറ്റായാണ് പറയാറ്. അതായത് ആ ഒരു സ്പിരിറ്റിന്റെ പേര് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ഒരു പവർ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേര് തെറ്റിച്ച് പറയും. അതുകൊണ്ട് തന്നെ ഇതിന്റെ പവർ മുഴുവനായും പുറത്തേക്ക് വരില്ല. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ യുമിച്ചിക്ക എന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അവന്റെ സമ്പത്തുവിന്റെ സ്പിരിറ്റിന്റെ പേര് അറിയാം. എന്നിരുന്നാലും മറ്റുള്ളവർക്ക് അതിന്റെ പേര് അറിയരുത് എന്ന് കരുതി തെറ്റായ പേരിലാണ് കമാൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ സമ്പത്തുവിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള പവേഴ്സ് ആണ് ഉള്ളത്. അതായത് എലമെന്റ്സ് തൊട്ട് പലതരത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പവേഴ്സ് ആണ് ഓരോ സമ്പത്തുവിനും ഉള്ളത്. അപ്പോൾ ഷീക്കായ് എന്താണെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇനി നമുക്ക് ബാങ്കായ് എന്താണെന്ന് നോക്കാം. ബാങ്കായ് എന്നത് ഈ ഒരു സമ്പത്തുവിന്റെ ഒരു ഫൈനൽ അപ്ഗ്രേഡ് ആണ്. സോൾ സൊസൈറ്റിയിൽ 4 നോബിൾ ഫാമിലീസ് ഉണ്ട്. ഈ ഒരു ഫാമിലിയിലുള്ള ഷിനിഗാമീസ് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പിരിച്വൽ പ്രഷർ വളരെയധികം കൂടുതലാണ്. ഷീക്കായ് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. അതുപോലെ തന്നെ ഇവിടെ ബാങ്കായ് യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു സമ്പത്തുവിലുള്ള സ്പിരിറ്റിനെ പുറത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ അതിനുശേഷം അതിനെ സറണ്ടർ ചെയ്യിപ്പിച്ചാൽ മാത്രമേ ഈ ഒരു ബാങ്കായ് യൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ 0 ഡിവിഷനിലുള്ള എല്ലാ ക്യാപ്റ്റൻസും ഇവിടെ ബാങ്കായ് യൂസ് ചെയ്യും. ഈ ഒരു ബാങ്കായ് യൂസ് ചെയ്താൽ മാത്രമേ അവർക്ക് ഇതിൽ ക്യാപ്റ്റൻ ആവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇതിലൊരു ക്യാപ്റ്റൻ ബാങ്കായ് യൂസ് ചെയ്യാറില്ല. അതാരാണെന്ന് ബ്ലീച്ച് കണ്ടിട്ടുള്ള കൂട്ടുകാർ ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, എന്നാൽ നമ്മുടെ ക്യാപ്റ്റൻസ് മാത്രമല്ല ബാങ്കായ് യൂസ് ചെയ്യുന്നത്, മറ്റുള്ള ആൾക്കാരും ബാങ്കായ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ റൂക്കിയ, റെഞ്ചി, മഡറാമി ഇവരൊക്കെ ബാങ്കായ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ബാങ്കായിലേക്ക് മാറാൻ ഇതിനുവേണ്ടി ട്രെയിനിങ് ചെയ്യണമെങ്കിൽ മിനിമം 10 വർഷമെങ്കിലും ഇവർ ട്രെയിനിങ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഒരു ബാങ്കായ് അച്ചീവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാൽ 10 വർഷം ഇല്ല
ഇല്ലാതെ വളരെ കുറച്ച് സമയം കൊണ്ട് ബങ്കായി യൂസ് ചെയ്ത ഒരു പേഴ്സൺ ആണ് ഉറഹാറ. ബ്ലീച്ചിൽ തന്നെ അത്രയധികം ഫാൻ ബേസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഇത്. ഉറഹാറ വെറും 3 ദിവസം കൊണ്ടാണ് ബങ്കായി ലേൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സോൾ സൊസൈറ്റിയിലുള്ള ആൾക്കാർ പൊതുവെ തങ്ങളുടെ ആ ഒരു ബങ്കായി പവർ എന്താണെന്ന് മാക്സിമം അവർ ഹൈഡ് ചെയ്യാറാണ് പതിവ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കിടിലം വില്ലൻ ഈ ഒരു സീരീസിലാണുള്ളത്, നമ്മുടെ ഐസൻ. അപ്പോൾ ഈ ഒരു ഐസന്റെ സമ്പത്തുവിന്റെ പവർ എന്താണെന്ന് അത്രയങ്ങ് ആർക്കും അറിയില്ല. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉറഹാറയില്ലേ, പുള്ളിക്കാരൻ ഒരു ഡിവൈസ് ക്രിയേറ്റ് ചെയ്ത് അത് വെച്ചാണ് നമ്മുടെ ബങ്കായി പുള്ളിക്കാരൻ റിലീസ് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു സീരീസിലുള്ള മെയിൻ പ്രോട്ടോഗോണിസ്റ്റ് ആയ ഇച്ചിഗോ ഈ ഒരു ഉറഹാറ എങ്ങനെയാണോ ബങ്കായി യൂസ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഇവിടെ ഇച്ചിഗോയും ട്രെയിനിങ് ചെയ്ത് ബങ്കായി റിലീസ് ചെയ്യുന്നത്. എന്നാൽ ഇതേ സീരീസിലെ റെഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഉണ്ട്. പുള്ളിക്കാരനും വളരെ കുറച്ച് സമയം കൊണ്ടാണ് ബങ്കായി പഠിച്ചെടുക്കുന്നത്. എന്നാൽ ഉറഹാറയുടെ ആ ഒരു മെത്തേഡിലല്ല. ഈ ഒരു ബങ്കായിയുടെ ഫുൾ പവർ യൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സ്പിരിറ്റിന്റെ പേര് അറിയണം. അതുപോലെ തന്നെ ആ ഒരു സ്പിരിറ്റുമായി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവണം. ആദ്യം തന്നെ ആ ഒരു സ്പിരിറ്റ് ആണെങ്കിൽ നമ്മൾ വെറുതെയാണോ എന്ന് നോക്കും. അപ്പോൾ ആ ഒരു സ്പിരിറ്റിന് അത് ഓക്കെ ആണോ എന്ന് മനസ്സിലാകണം. അതുപോലെ തന്നെ നമുക്കും ആ ഒരു സ്പിരിറ്റുമായി ആ ഒരു സ്പിരിറ്റ് എങ്ങനെയാണ് എന്നൊരു ബോധം നമുക്കും വേണം, അതായത് യൂസറിനും വേണം. അങ്ങനെ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ചില സമയത്ത് ആ ഒരു സ്പിരിറ്റിന്റെ പേര് മുഴുവനായി പറഞ്ഞാൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. അതായത് സീരീസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു റെഞ്ചി എന്ന ക്യാരക്ടർ ഇല്ലേ, പുള്ളിക്കാരൻ ആദ്യമൊക്കെ ആ ഒരു സ്പിരിറ്റിന്റെ ഫുൾ നെയിം അല്ല പറയുക. അതുകൊണ്ട് തന്നെ അതിന്റെ മുഴുവൻ പവറും പുറത്തു വരാറില്ല. അതിനുശേഷമാണ് റെഞ്ചി ആ ഒരു സ്പിരിറ്റിന്റെ ട്രൂ നെയിം എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ ഫൈനൽ അപ്ഗ്രേഡിലേക്ക് കൊണ്ടുവരികയുള്ളൂ. അപ്പോൾ ഒരു സമ്പത്ത് യൂസ് ചെയ്യുന്നവർ ഒരു ബങ്കായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണോ അതിന്റെ മുഴുവൻ പവർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ല. ഇവർ ട്രെയിനിങ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു ബങ്കായുടെ പവറും കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ ശരിക്കും ഈ ഒരു ബങ്കായുടെ പവർ കൂടുന്നതിനെ കൊണ്ട് വലിയ കാര്യമില്ല. ഇത് പെർഫെക്റ്റ് ആയി എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു അതിലാണ് കാര്യം. എന്നാൽ മാത്രമേ കറക്റ്റ് ആയി അത് എനിമിക്ക് എഫക്ട് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു സീരീസിൽ മയൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. എനിക്ക് ഈ സീരീസിലെ എന്റെ ഒരു ഫേവറേറ്റ് ക്യാരക്ടറാണ് മയൂരി. പുള്ളിക്കാരൻ ഒരു ക്രേസി ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബങ്കായിയെ മോഡിഫൈ ചെയ്ത് പവർഫുൾ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഷീക്കായി ഇല്ലേ, ഷീക്കായിനെക്കാളും 10 ടൈംസ് പവർ കൂടുതലാണ് നമ്മുടെ ബങ്കായിക്ക്. അപ്പോൾ ബങ്കായിയെ കുറിച്ചുള്ള ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ നിങ്ങളോട് പറയാനുള്ളത്. സീരീസ് കാണാത്ത പല കൂട്ടുകാർക്കും ചില സംഭവങ്ങളൊന്നും കറക്റ്റായി മനസ്സിലാകണമെന്നില്ല. ഇനി നമ്മൾ തുടർന്നും ബ്ലീച്ച് സീരീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാടധികം വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.